ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ സെക്കൻഡ് ഡേയിൽ ട്രെയിനിങ്ങിന് പോവുകയാണ്. ഞങ്ങളവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നടന്നിച്ചിരി പോകണം കേട്ടോ. പിന്നെ ബസ് കിട്ടുമെങ്കിൽ ബസ്സിൽ പോകും. ഇന്നലെ പോയ അതേ വണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം കണക്കാക്കി പോകുന്ന 6:15. ചിലപ്പോൾ ഒരു വേറെ റൂട്ട് ഇടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കട്ടെ അവരെ കിട്ടുമോ, വേറെ റൂട്ട് കിട്ടുമോ. അവരെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സമയത്ത് നിന്ന് കഴിയുമ്പോൾ അവരെ കൂടെ വിടും. അതാണ് സംഭവം. പോട്ടെ. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ ആ വണ്ടികളൊക്കെ നിരത്തി ഇട്ടേക്കുന്ന കണ്ടില്ലേ. പക്ഷേ ഗൈസ്, എനിക്ക് ഇന്നലെ ദിവസം പോയ വണ്ടി കിട്ടിയില്ല. അരുൺ ചേട്ടൻ രാഹുൽ ചേട്ടനാണ് ഫസ്റ്റ് ദിവസം പോയത്. അപ്പോൾ അവരെ കിട്ടിയില്ല കേട്ടോ. ഒരു ദിവസം ഒരാളുടെ കൂടെ വിടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും ഇതിലെ ഡ്രൈവറായിട്ട് എനിക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടായിരുന്നു, റെജി എന്ന് പറഞ്ഞ ചേട്ടൻ. പിന്നെ അനിൽകുമാർ എന്ന സാറുമായിട്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ നല്ല ഏജ് ഉണ്ട്, റിട്ടയർഡൊക്കെ ആവാറായി 2 വർഷം കഴിയുമ്പോൾ പുള്ളിക്കാരോടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3-3:30 ആയപ്പം ഏകദേശം എല്ലാവരും റൂമിൽ പറ്റി. കാരണം എല്ലാവർക്കും തലവേദനയും തലകറക്കവും കാണാം. നമ്മൾ കണ്ടിന്യൂസ് വണ്ടി നടന്ന് ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെയാണ് കേട്ടോ. കാരണം ട്രെയിനിങ് വല്ലാത്തൊരു അടിയായി പോയിട്ട് 2 ദിവസമായപ്പോൾ തന്നെ എല്ലാവരും ഓഫായി, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരത്തെ വന്നുകൊണ്ടിരുന്ന ഇത്രയും കിടന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോയി കഴിക്കാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഹോം സ്റ്റേ ആണോ, കളർ ഇങ്ങനെ മാറി വരും. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും 6 പേരുടെ അങ്ങ് നടന്നു കേട്ടോ. എന്തായാലും ഇത്തിരി നേരത്തെ വന്നുകൊണ്ട് കിടന്ന് ഉറങ്ങിയൊന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നേരെ നമ്മൾ അവിടെ നടന്ന് പഴവങ്ങാടിയിൽ അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് ഗണപതി കോവിലിൻ്റെ അവിടെ നമ്മൾ തമ്പാനിൻ്റെ അടുത്ത് വെച്ചാണ് സ്റ്റേ എടുത്തിരുന്നത്. അപ്പോൾ നൈറ്റ് നടക്കാൻ നല്ല സുഖമില്ല. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ സൈഡിൽ കാണാം. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ പഴവങ്ങാടി ഓപ്പോസിറ്റ് ഒരു ചായക്കട പണ്ടേ എനിക്ക് ഓർമ്മ അറിയാം കേട്ടോ. അങ്ങനെ ഇൻഷാല്ല എനിക്കിവിടെ ചായ ഇത് വാങ്ങിച്ചു തന്നിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് നല്ല സൂപ്പർ ഐറ്റമാണ് അവിടെ. അതും കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോയെടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പഴവങ്ങാടി അമ്പലം കാണുന്നുണ്ടോ, നൈറ്റ് ഇതാണ് കേട്ടോ വ്യൂ. അപ്പോൾ അവിടെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നടന്നു. വീണ്ടും നടന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് അറിയാം, മഹാബോളി അറിയാമോ. അപ്പോൾ ഈ പോകുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ലീഡർ കേട്ടോ, ഷിജി ചേച്ചി മെമ്പറായിട്ട് കുറേ നാൾ നിന്നിട്ടുണ്ട്, 10 വർഷം കൊണ്ട് നിന്നിട്ടുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ ഒരു ആണിൻ്റെ കരുത്താണ് കേട്ടോ. അല്ല ഈ സമയം എന്ന് പറഞ്ഞാൽ ഇത്രയും ധൈര്യത്തോടെ നടക്കാനും കാണുന്നത് വയറി പുള്ളി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ മഹാ ചിപ്സിൽ എന്തായാലും അവിടെ വരെ എത്തിയല്ലേ, ന്യൂസിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. നൈറ്റൊരു 9 മണി 9:30 8:30 9 മണി ആയി കേട്ടോ. അപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വ്യൂ നൈറ്റ് ഞങ്ങൾ ആരും ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് വരെ പോകുന്നുണ്ട്. എന്നാലും സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല രസമുണ്ട്. രാത്രി അങ്ങ് തിളങ്ങി നിൽക്കുന്നുണ്ട്. രാവിലെ പകൽ സമയം കാണുന്നതിനൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ എറണാകുളത്തുള്ള ഈ ചേച്ചിയൊക്കെ ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ആർക്കും ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അവരെല്ലാം കൊണ്ട് ഞങ്ങളിവിടെ ഉള്ളവരൊക്കെ അതിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റോഡിൻ്റെ സ്ഥലമൊന്നും വലുതായിട്ട് അറിയത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അവിടെ കൊണ്ട് നമ്മൾ കാണിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വരെ പോയി കേട്ടോ. ഫ്രണ്ട് വരെ പോയി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അമ്പലം അടച്ചിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് കടകളിൽ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു കേട്ടോ. വീണ്ടും നടന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് അവിടെ KSRTC സ്വിഫ്റ്റിൻ്റെ ഇതാണ് കേട്ടോ, വലിയ ഓഫീസാണ്. ഞങ്ങൾ ആദ്യമാണ് കാണുന്നത്. കാരണം ഇത് പത്മനാഭ സ്വാമി ഒരു സൈഡ് ചുറ്റി വന്നപ്പോഴത്തെ അടുത്ത സൈഡ് ചുറ്റിതാ വരുമ്പോൾ അലുവ കഴിക്കാൻ കോരി കൊടുക്കുന്ന ബാലാജി കഫേ, അവിടുത്തെ അലുവ ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ദിവ്യ എന്ന് പറഞ്ഞാൽ ഇവള് ആലപ്പുഴക്കാരി കേട്ടോ. പുള്ളിക്കാരി കണ്ടുപിടിച്ച് അവിടെ തന്നെ എത്തുമാത്രം ദൂരം നമ്മൾ നടന്നറിയാമോ, നടന്നിട്ടാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ അവിടെ അത് കണ്ടുപിടിച്ച് രാത്രി 9 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പം അത് പോയി കണ്ടുപിടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നൊന്നര നടപ്പ് നിങ്ങൾ നടന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ ബേക്കർ ജംഗ്ഷനിൽ നല്ല തട്ടുകടയുണ്ട്. മറ്റേ കോയിൻ ബറോട്ടയും ബീഫൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് വന്ന അരുൺ ചേട്ടനും രാഹുലേട്ടനും വിളിച്ച് പറഞ്ഞു കേട്ടോ, ഇന്ന് അവിടെ ഉണ്ട്, നിങ്ങൾ പോയാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടൂടെ പോകാൻ വേണ്ടി പോകണം. മണി 9 ഇപ്പം തന്നെ ആയി ഓൾറെഡി. അങ്ങനെ വീണ്ടും നടന്നപ്പോൾ നടന്ന് വന്നപ്പോൾ സുട ഇഡലിയിലെ നമ്മുടെ വെങ്കിയുടെ കട കേട്ടോ. അപ്പം ഞാനും ഇവർ വഴിയോര ഇങ്ങനെ നമ്മളെ ഉന്തുവണ്ടിയിലൊക്കെ വെച്ച് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല കട തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അവൻ്റെ കടയാണ് കേട്ടത്. ആളുകൾ ഇഷ്ടംപോലെ തിരക്കുണ്ട്, കാരണം മെയിനായിട്ട് അവനെ കാണാൻ വന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയ്ക്ക് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തു, ഹായ് ഒക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ വെറൈറ്റി നല്ല തിരക്കുണ്ട്. പുള്ളിക്കാരൻ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ഇത്രയും തന്നെ നിന്നതിന് വലിയ കാര്യം കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലാന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നിന്ന് പുള്ളിക്കാരൻ്റെ ഗൂഗിൾ പേയുടെ മെഡിൽ കണ്ട ആളുടെ തലയുടെ ഒരു ഷേപ്പിലൊക്കെ കാണിച്ചിട്ട് നല്ല രസം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞ ഫേമസ് ഐറ്റം കേട്ടോ. കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെന്തോ ഒരു തൈര് വടയോ അത് ഷിജി ഓർഡർ ചെയ്താണ്. അവരെ കൊണ്ട് നമ്മൾ കഴിപ്പിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളെന്നത് കഴിച്ച് തീർത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. പക്ഷെ പൊടി ഇഡലി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഇഡലി തന്നെയാണ്, ഉഴുന്ന് പൊടിയില്ലേ, ഉഴുന്ന് പൊടി
ഞങ്ങൾ സെപ്പറേറ്റ് കലക്കി കഴിക്കുക. അത് സംഭവം ഇതറിയ സംഭവം, അത് കൊള്ളാം. എന്തായാലും അതും കഴിച്ച് ഒന്ന് എന്താണ് പ്രതീക്ഷിക്കാതെ നമ്മൾ നടന്നിങ്ങനെ പോയപ്പോൾ കണ്ട കടയാണത് കേട്ടോ. അങ്ങനെ കയറല്ല, ഇതാണ് അവിടെ കടയിൽ നമുക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയി. പിന്നെ നമ്മളൊരു ഓട്ടോക്കാരൻ ചേട്ടൻ 100 രൂപ എടുത്തപ്പോൾ നമ്മൾ 6 പേരുടെ ഒരു ഓട്ടോ തള്ളി പിടിച്ച് ബേക്കർ ജംഗ്ഷനിൽ എത്തിച്ചത് ആ കടയിൽ ചെന്നപ്പം ബീഫ് റോസ്റ്റ് തീർന്നിരിക്കുന്നു ഗൈസ്. അപ്പം ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ. വഴി പോലും നമുക്കറിയത്തില്ല. നമ്മൾ രാവിലെ വിളിച്ചിട്ട് ഓട്ടോക്കാരൻ്റെ കൊടുത്ത് ഫോൺ കൊടുത്ത് 10 മണിയെങ്ങാണ്ടായി. അപ്പോഴത്തന്നെ നിങ്ങൾ പോയി നോക്കുന്നൊക്കെ പറഞ്ഞ് വിട്ട് കേട്ടോ. ഓട്ടോക്കാർ പറഞ്ഞ് നിങ്ങൾ അവിടെ കടയില്ലെങ്കിൽ നേരെ ഇവരെ സേഫായിട്ട് റൂമിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട് കേട്ടോ. പാവം കേട്ടോ. ആ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമുക്ക് നിന്ന് കൂടെ. അങ്ങനെ ആ ചേട്ടനെ വിളിച്ച് ഞങ്ങൾ പോയി. എന്തായാലും എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ പോയി കഴിക്കാൻ വേണ്ടി പോയി. ഇപ്പം ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ ഫ്രൈയും വാങ്ങിച്ച് ബെറോട്ടയായിട്ട് എല്ലാവരും കൂടെ നടിച്ച് എന്തായാലും ഇറങ്ങി. ഇന്നും കൂടെ ഉള്ളൂ എന്നൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് നാളെയും കൂടെ ആകുമ്പോഴത്തേക്ക് ട്രെയിനിങ് തീരുമല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇറങ്ങിയ ദിവസം എന്തായാലും 10-11. പക്ഷെ അവിടെയൊന്നും നമ്മൾ നാടുകളൊക്കെ അല്ല കേട്ടോ. എല്ലാവരും പുറത്ത് തരും ആ സമയത്തൊക്കെ. ഞങ്ങളൊന്നും 10 മണി സമയത്തൊന്നും ഇവിടെയൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ എല്ലാവരും വിളിച്ചു. അപ്പം ഞാൻ ചിക്കൻ്റെ കാലെടുത്ത് കടിക്കണ ഇവിടെ വീഡിയോ എടുത്ത് ഞാൻ കണ്ടിട്ടിരുന്നു കേട്ടോ. എന്നാ പിന്നെ നീ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രുതി അത് ഇങ്ങനെ കഴിച്ചോണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവർ ഗ്രൂപ്പ് കിട്ടപ്പോൾ കൊള്ളാം. ഞാനപ്പോൾ അതും കൂടെ ആഡ് ചെയ്താട്ടോ. എങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒരു ഓട്ടോയെ പിടിച്ചിട്ട് നേരെ നമ്മൾ അവിടെ എത്തി കേട്ടോ. സ്റ്റേയിൽ അവിടെ എത്തിയപ്പോൾ 10:57 നമ്മളവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നല്ല കരിക്ക് ഷേക്ക് കിട്ടി. എനിക്ക് കരിക്ക് ഷേക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ പ്യുവർ കരിക്കിൻ്റെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും, ഫ്ലേവർ ആണെങ്കിൽ വാങ്ങിക്കും. അപ്പോൾ പ്യുവർ കരിക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് വാങ്ങിക്കും. അവർ നേരെ അങ്ങ് വിട്ടുപോയി കേട്ടോ. അവർ മുമ്പോട്ട് പോയി ഒരു കടയിൽ ലൈമ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞാൻ ഷിജിച്ചയുടെ കരിക്ക് ഷേക്ക് വാങ്ങിച്ചുകൊണ്ട് വഴി നീളെ നമ്മളെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നുണ്ട്. പക്ഷേ ഈ സമയം നമ്മളെ ഏരിയയിലൊന്നും ആരും ഇല്ല കേട്ടോ. മെയിൻ ഏരിയയിലൊക്കെ ആൾക്കാരുള്ളൂ. അപ്പോൾ ഇവർക്ക് എല്ലാവരും കഴിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് ലൈമ കുടിച്ച് പിന്നെ അവിടെ നടന്ന് ഒരാൾ ദൂരം നടന്ന് നമ്മൾ നമ്മുടെ റൂമിൽ പോയി. ഇന്നും കൂടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കുറേ നേരം ഇത് സംസാരിച്ചിട്ട് കിടന്നുറങ്ങാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച്. അങ്ങനെ എല്ലാവരും നമ്മളെ റൂമിൽ വന്നിട്ട് അവിടെ സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പം നാളെയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പല വഴിക്ക് പോകുമല്ലോ. അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.